ഇന്ത്യൻ സിനിമയിലെ എക്കാലത്തെയും വലിയ പ്രൊജക്ടുകളിലൊന്നാണ് രാമായണം സിനിമയാകുന്നുവെന്ന ബോളിവുഡ് സംവിധായകൻ നിതേഷ് തിവാരി പ്രഖ്യാപിച്ചതു മുതൽ സിനിമാ പ്രേക്ഷകർക്കിടയിലും വലിയ പ്രതീക്ഷയാണ് ഇത് ഉണർത്തിയത്. ശ്രീരാമനായി രൺബീർ കപൂറും സീതയായി സായ് പല്ലവിയും എത്തുന്നു എന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെ രാവണനായി ആരെത്തുമെന്ന ചോദ്യവും സിനിമാ ലോകത്തുണ്ടായിരുന്നു. എന്നാൽ പിന്നീടാണ് കന്നഡ സൂപ്പർ താരം യഷാണ് രാവണനായി എത്തുക എന്ന വാർത്തകൾ വന്നത്. അതോടെ തന്നെ ആളുകൾ ഉറപ്പിച്ചു ഇത് ഗംഭീര വിജയം തന്നെ നേടുമെന്ന്. അങ്ങനെ ചിത്രത്തിൻ്റെതായി വരുന്ന ഓരോ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുകയായിരുന്നു ആരാധകർ. വമ്പൻ താരനിരയും ബജറ്റുമായി ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ സിനിമയായിട്ടാണ് രാമായണ എത്തുന്നത്. 2 ഭാഗങ്ങളിലായി ഒരുങ്ങുന്ന സിനിമയുടെ ആദ്യ ഭാഗത്തിന്റെ ടൈറ്റിൽ ടീസർ വളരെ ആവേശത്തോടുകൂടി തന്നെയാണ് സിനിമാ ലോകം കണ്ടത്. ചിത്രത്തിന്റെ ക്യാൻവാസിന്റെ വലുപ്പവും പിന്നിലുള്ള വിഷനുമൊക്കെ പ്രഖ്യാപിക്കുന്ന ഒന്നു തന്നെയായിരുന്നു പുറത്തിറങ്ങിയ വീഡിയോ. ഇതിനു പിന്നാലെ ചിത്രത്തിന്റെ ബജറ്റും പ്രേക്ഷകർക്കിടയിൽ ചർച്ചയായി നിന്നു. $100 മില്യൺ, അതായത് 835 കോടി രൂപയാണ് ചിത്രത്തിന്റെ ബജറ്റ് എന്നായിരുന്നു ആദ്യം പുറത്തെത്തിയ റിപ്പോർട്ടുകൾ. എന്നാൽ അത് 2 ഭാഗങ്ങളിലായി ഒരുങ്ങുന്ന ഫ്രാഞ്ചൈസിയുടെ ആദ്യ ഭാഗത്തിന്റെ മാത്രം ബജറ്റാണെന്നും 2ാം ഭാഗവും ഭീമമായ ബജറ്റിലാവും നിർമ്മിക്കപ്പെടുകയെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന പുതിയ റിപ്പോർട്ടുകളും പറയുന്നത്. രാമായണയുടെ ആദ്യ ഭാഗം മാത്രം 900 കോടി ബജറ്റിലാണ് പുറത്തിറങ്ങുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. 700 കോടി ബജറ്റിലാണ് 2ാം ഭാഗം പുറത്തിറങ്ങുന്നത്. അങ്ങനെ 2 ഭാഗങ്ങൾക്കും ചേർത്ത് 1600 കോടി രൂപയാണ് ആകെ ബജറ്റ് വരുന്നത്. ഇപ്പോഴിതാ ചിത്രവുമായി ബന്ധപ്പെട്ട് രാമായണത്തിലെ 5 പ്രധാന താരങ്ങളുടെ പ്രതിഫലവും ചർച്ചയാകുന്നുണ്ട്. ശ്രീരാമനെ അവതരിപ്പിക്കുന്ന രൺബീർ കപൂറിന് 150 കോടിയാണ് ലഭിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഇത് 2 ഭാഗങ്ങളും ചേർത്തുള്ള കണക്കാണ്. 75 കോടി വീതമാണ് ഓരോ ചിത്രത്തിൽ നിന്നും ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ രൺബീറിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ പ്രതിഫലനം കൂടിയാണിത്. ശ്രീരാമൻ കഴിഞ്ഞാൽ സിനിമയിലെ ഏറ്റവും പ്രധാന കഥാപാത്രമായ രാവണനെ അവതരിപ്പിക്കുന്നത് കന്നഡ താരം യഷാണ്. ഓരോ ഭാഗത്തിനും 50 കോടി വെച്ച് 100 കോടിയാണത്രേ യഷിന് രാമായണ ഫ്രാഞ്ചൈസിയിലെ ലഭിക്കുന്ന പ്രതിഫലം. സീതയായി സായ് പല്ലവിയും എത്തുമ്പോൾ ഓരോ ഭാഗത്തിനും 6 കോടി രൂപ വീതം കണക്കാക്കി ആകെ 12 കോടിയാണ് സായ് പല്ലവിക്ക് ലഭിക്കുന്ന പ്രതിഫലം. മാത്രമല്ല ഹനുമാനെ അവതരിപ്പിക്കുന്ന സണ്ണി ഡിയോളിന് ഓരോ ഭാഗത്തിനും 20 കോടി ചേർത്ത് ആകെ 40 കോടിയാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. എന്തായാലും സിനിമ പുറത്തിറങ്ങാനുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് സിനിമാ ലോകം. 2026 ദീപാവലിക്ക് സിനിമയുടെ ആദ്യ ഭാഗവും 2027 ദീപാവലിക്ക് ചിത്രത്തിന്റെ 2ാം ഭാഗവും പുറത്തിറങ്ങുമെന്നാണ് നിലവിലുള്ള റിപ്പോർട്ടുകൾ. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.